കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വയറുവേദനയെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരിച്ച 3 വയസ്സുകാരി കട്ടപ്പന കളീക്കൽ വീട്ടിൽ ഏക അപർണികയുടെ മൃതദേഹം കുട്ടി പഠിക്കുന്ന കട്ടപ്പന ഡോൺ ബോസ്കോ സ്കൂളിൽ പൊതുദർശനം നടത്തി. ഏകാപർണികയെ അവസാനമായി കണ്ണീരോടെ നാട് വിട നൽകി. കുട്ടിയുടെ മരണകാരണം ചികിത്സാ പിഴവാണെന്നാരോപിച്ച് കുട്ടിയുടെ മാതാപിതാക്കൾ രംഗത്ത് വന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ കട്ടപ്പന പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കഠിനമായ വയറുവേദനയെ തുടർന്ന് ഈ മാസം 11-ന് കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. പ്രാഥമിക ചികിത്സയും പരിശോധനയും നടത്തിയ ശേഷം കാര്യമായ കുഴപ്പമില്ലെന്ന് നിർദ്ദേശിച്ച് കുട്ടിയെ തിരികെ വീട്ടിലേക്ക് അയച്ചു. എന്നാൽ വീട്ടിലെത്തി മരുന്ന് കഴിച്ചിട്ടും കുട്ടിയുടെ അസുഖത്തിന് കുറവുണ്ടായിരുന്നില്ല. ഞായറാഴ്ച വീടിന് സമീപത്തെ ആശുപത്രിയിൽ കാണിച്ചു. വേദന കഠിനമായതോടെ ഞായറാഴ്ച വൈകിട്ടോടെ കുട്ടിയെ കോട്ടയത്തെ കുട്ടികളുടെ ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. എന്നാൽ മരണം സംഭവിക്കുകയായിരുന്നു. ഇവിടെ എത്തിച്ച കുട്ടിക്ക് ആവശ്യമായ ചികിത്സ ലഭിച്ചില്ലെന്ന് കുട്ടിയുടെ കുടുംബം പറയുന്നു. കുട്ടിയുടെ മരണത്തിന് കാരണം ചികിത്സാ പിഴവാണെന്നാരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തി. കട്ടപ്പന ഡോൺ ബോസ്കോ സ്കൂളിലെ pre-KG വിദ്യാർത്ഥിയായിരുന്നു ഏക അപർണിക. ബുധനാഴ്ച 3:30 സ്കൂൾ അങ്കണത്തിൽ ഏക അപർണികയുടെ മൃതശരീരം പൊതുദർശനത്തിനായി എത്തിച്ചു. അവസാനമായി ഒരു നോക്ക് കാണുവാൻ കൊച്ചുകൂട്ടുകാർ നിറകണ്ണുകളോടെ നോക്കി നിന്നു. കട്ടപ്പനയിലെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ, സാമുദായിക പ്രവർത്തകർ തുടങ്ങി കട്ടപ്പനയുടെ വിവിധ കോണുകളിൽ നിന്നും ആളുകൾ ഏക അപർണികയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് ബൈസൺ വാലിയിലെ കുടുംബ വീട്ടിലേക്ക് കൊണ്ടുപോയി വൈകിട്ടോടെ സംസ്കാര കർമ്മങ്ങളും നടന്നു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.